ഇറാൻ സൈനിക നടപടികൾ നിശ്ചയിച്ചതിലും വേഗത്തിൽ പുരോഗമിക്കുകയാണെന്നും ഈ യുദ്ധം വളരെ വേഗം അവസാനിക്കുമെന്നും പ്രസിഡന്റ് ട്രംപ് പ്രസ്താവിച്ചു. എന്നാൽ ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കാൻ ശ്രമിച്ചാൽ ഇറാനെ 20 മടങ്ങ് ശക്തമായി നേരിടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അതേസമയം ആക്രമണങ്ങൾ അവസാനിക്കുന്നതുവരെ എണ്ണ ഉപരോധം തുടരുമെന്നാണ് ഇറാന്റെ നിലപാട്. ഇസ്രായേൽ ഇറാൻ തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ തങ്ങളുടെ താൽപ്പര്യങ്ങളെയും സഖ്യകക്ഷികളെയും സംരക്ഷിക്കുന്നതിനായി ഫ്രാൻസും യുകെയും മെഡിറ്ററേനിയൻ കടലിലും മിഡിൽ ഈസ്റ്റിലും യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചു. യുദ്ധത്തിന്റെ തീവ്രത കുറയുന്നതോടെ വാണിജ്യ കപ്പലുകൾക്കായി ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായി ഒരു അന്താരാഷ്ട്ര എസ്കോർട്ട് മിഷന് ഫ്രാൻസ് നേതൃത്വം നൽകുന്നുണ്ട്. മേഖലയിലെ തങ്ങളുടെ സൈനിക താവളങ്ങളും ഉദ്യോഗസ്ഥരെയും സംരക്ഷിക്കുന്നതിനാണ് യുകെ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കപ്പലുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാനും UAE, സൈപ്രസ് തുടങ്ങിയ പ്രാദേശിക പങ്കാളികൾക്ക് പ്രതിരോധ കവചമൊരുക്കാനുമാണ് ഈ നീക്കങ്ങളെന്ന് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി. മുജ്തബ ഖമേനി ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി നിയമിതനായതിനെ തുടർന്ന് ഒരു വശത്ത് ആഘോഷ റാലികൾക്കും മറുവശത്ത് രാജ്യത്തിനുള്ളിൽ തന്നെ കടുത്ത ഭിന്നതകൾക്കും കാരണമായിട്ടുണ്ട്. മുജ്തബ ഖമേനിയുടെ നിയമനത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സ്വാഗതം ചെയ്തു. ഇറാനുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് അദ്ദേഹം അറിയിച്ചു. മേഖലയിൽ അമേരിക്ക നടത്തുന്ന ഇടപെടലുകളെ റഷ്യ വിമർശിക്കുകയും ഇറാന്റെ പുതിയ നേതൃത്വത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പുറത്തുനിന്നുള്ള ഇടപെടലുകൾ പാടില്ലെന്നും പുതിയ നേതൃത്വത്തിന് കീഴിൽ രാജ്യം എത്രയും വേഗം സാധാരണ നിലയിലാകുമെന്നും ചൈന പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇറാന്റെ എണ്ണ ഉൽപ്പാദനത്തിലും വിതരണത്തിലും തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുജ്തബ ഖമേനിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇറാൻ തൊടുത്ത മിസൈൽ ബഹ്റൈനിലെ ഒരു പാർപ്പിട സമുച്ചയത്തിൽ പതിച്ച് ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. ലെബനനിൽ ബെയ്റൂട്ടിലെ ഒരു ബാങ്ക് ശാഖയ്ക്ക് നേരെയുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിലും ഒരു തെക്കൻ ഗ്രാമത്തിൽ നടന്ന റെയ്ഡിലും ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ റിഫൈനറിക്ക് കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് ബഹ്റൈന്റെ ദേശീയ എണ്ണ കമ്പനിയായ ബാപ്കോ ഫോഴ്സ് മജൂർ പ്രഖ്യാപിച്ചു. ആക്രമണത്തെ തുടർന്ന് റിഫൈനറിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തേണ്ടി വന്നതിനാൽ കരാർ പ്രകാരം എണ്ണ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ കഴിയില്ലെന്ന് കമ്പനി അറിയിച്ചു. ഇറാനുമായുള്ള ഇടപാടുകളുടെ പേരിൽ തുർക്കിയുടെ പൊതുമേഖലാ ബാങ്കായ ഹാൽക്ക് ബാങ്കിനെതിരെ അമേരിക്ക നടത്തിവന്ന വിചാരണ അവസാനിപ്പിക്കുന്നു. US ഉപരോധം മറികടക്കാൻ ഇറാനെ സഹായിച്ചു എന്ന പേരിൽ 9 വർഷമായി നിലനിന്നിരുന്ന ക്രിമിനൽ കേസിന് പരിസമാപ്തിയായി. 2026 മാർച്ച് 9 പ്രഖ്യാപിച്ച ഈ കരാർ പ്രകാരം ഹാൽക്ക് ബാങ്ക് ക്രിമിനൽ കുറ്റങ്ങളൊന്നും സമ്മതിക്കേണ്ടതില്ല. ഈ ഒത്തുതീർപ്പിന്റെ ഭാഗമായി ബാങ്ക് കോടതിക്കോ ഭരണകൂടത്തിനോ യാതൊരുവിധ പിഴയും നൽകേണ്ടതില്ല. ദേശീയ ഗാനത്തോടുള്ള പ്രതിഷേധത്തെ തുടർന്ന് 5 ഇറാനിയൻ വനിതാ ഫുട്ബോൾ താരങ്ങൾക്ക് ഓസ്ട്രേലിയ അഭയം നൽകി. വുമൻസ് ഏഷ്യൻ കപ്പിലെ സൈലന്റ് പ്രൊട്ടസ്റ്റിന് പിന്നാലെ ഇറാൻ വനിതാ ദേശീയ ടീമിലെ 5 അംഗങ്ങൾക്ക് ഓസ്ട്രേലിയൻ സർക്കാർ ഔദ്യോഗികമായി ഹ്യൂമാനിറ്റേറിയൻ വിസ അനുവദിക്കുകയായിരുന്നു. മാർച്ച് 2 ദക്ഷിണ കൊറിയയ്ക്കെതിരായ ഉദ്ഘാടന മത്സരത്തിന് മുന്നോടിയായി ഇറാനിയൻ ദേശീയഗാനം ആലപിക്കാൻ ഈ താരങ്ങൾ വിസമ്മതിച്ചിരുന്നു. ഇറാൻ ഭരണകൂടത്തോടുള്ള പ്രതിഷേധമായാണ് ഇത് കണക്കാക്കപ്പെട്ടത്. പ്രതിഷേധത്തിന് പിന്നാലെ ഈ വനിതകളെ യുദ്ധകാലത്തെ ചതിയന്മാർ എന്ന് വിശേഷിപ്പിച്ച ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ അവർ തിരികെ വരികയാണെങ്കിൽ കർശനമായി കൈകാര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. താരങ്ങളുടെ ഈ ദുരവസ്ഥ ലോകമെമ്പാടും ചർച്ചയായി. JK റൗളിംഗ്, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിയ പ്രമുഖർ ഇവർക്ക് സംരക്ഷണം നൽകണമെന്ന് ഓസ്ട്രേലിയൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിലേക്ക് കുതിച്ചുയരുകയും പിന്നീട് $90 താഴുകയും ചെയ്തു. സുരക്ഷാ ഭീഷണിയാണെന്ന് മുദ്ര കുത്തിയതിനെ തുടർന്ന് AI സ്റ്റാർട്ടപ്പായ ആന്ത്രോപിക് അമേരിക്കൻ സർക്കാരിനെതിരെ കോടതിയെ സമീപിച്ചു. പെന്റഗൺ കമ്പനിയെ സപ്ലൈ ചെയിൻ റിസ്ക് ആയി പ്രഖ്യാപിച്ചതിനെതിരെയാണ് ആന്ത്രോപിക് ഫെഡറൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. ഗവൺമെന്റ് കരാറുകളിൽ നിന്ന് കമ്പനിയെ കരിമ്പട്ടികയിൽ പെടുത്തുന്ന അഭൂതപൂർവമായ നീക്കമാണിത്. ആന്ത്രോപിക്കിന്റെ AI മോഡലായ ക്ലോഡ് നിയന്ത്രണങ്ങളില്ലാതെ ഉപയോഗിക്കാൻ US സൈന്യത്തിന് അനുമതി നൽകാത്തതാണ് തർക്കത്തിന് തുടക്കമിട്ടത്. അമേരിക്കൻ പൗരന്മാരെ നിരീക്ഷിക്കാനോ പൂർണ്ണമായും സ്വയം പ്രവർത്തിക്കുന്ന മാരകായുധങ്ങളിൽ ഉപയോഗിക്കാനോ ക്ലോഡിനെ അനുവദിക്കില്ലെന്ന് ആന്ത്രോപിക് നിർബന്ധം പിടിച്ചു.
ഇത്തരം നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യണമെന്ന് ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് ആവശ്യപ്പെട്ടു. ഒരു സാങ്കേതിക വിദ്യ വിതരണം ചെയ്യുന്ന കമ്പനി സൈന്യത്തിന്റെ കമാൻഡ് ശൃംഖലയിൽ ഇടപെടാനോ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പരിമിതപ്പെടുത്താനോ പാടില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഫെബ്രുവരി 27-ന് ഹെഗ്സത്ത് ആന്ത്രോപിക്കിനെ സപ്ലൈ ചെയിൻ റിസ്ക് ആയി പ്രഖ്യാപിച്ചു. ഇതോടെ കമ്പനിയുമായുള്ള എല്ലാ വാണിജ്യ ഇടപാടുകളും അവസാനിപ്പിക്കാൻ പെന്റഗൺ ഉത്തരവിട്ടു.